ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കെ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിക്കാൻ CPIM ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചു. MB ഗോവിന്ദൻ വിജയിച്ച തളിപ്പറമ്പിൽ PK ശ്യാമള മത്സരിക്കും. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ്. നിഖിൽ, മട്ടന്നൂരിൽ എന്തായാലും ഈ 2 ടേം വ്യവസ്ഥ തന്നെ നടപ്പാക്കുകയാണ്. പക്ഷേ വിജയ സാധ്യതയുള്ള കെ ശൈലജയെ പേരാവൂരിൽ മത്സരിപ്പിച്ചുകൊണ്ട് ആ സീറ്റ് പിടിച്ചെടുക്കാനുള്ള ഒരു നീക്കം. തീർച്ചയായും രുചീഷ് ആ നിലയ്ക്ക് തന്നെ കാണണം. കാരണം പേരാവൂര് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് വീണ്ടും മത്സരിക്കുമെന്ന് ഉറപ്പുള്ള UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലമാണ്. അവിടേക്ക് കെ ശൈലജ ടീച്ചറെ സ്ഥാനാർത്ഥിയായി എത്തിക്കുക വഴി ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന കണക്കുകൂട്ടലാണ് CPIMനുള്ളത്. ആ നിലയ്ക്ക് ടീച്ചറെ അവിടെ ഇറക്കിയാൽ ശക്തമായൊരു മത്സരത്തിലൂടെ ആ മണ്ഡലം പിടിച്ചെടുക്കാമെന്നൊരു വിശ്വാസം CPIMനുണ്ട്. ഈ മട്ടന്നൂരിൽ 2 ടേം വ്യവസ്ഥയുടെ ഒരു സാഹചര്യം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ മട്ടന്നൂരിൽ ടീച്ചർ മത്സരിക്കുന്നതിന് പകരം പേരാവൂരിലേക്ക് ടീച്ചർ മാറുന്നു. പേരാവൂരിൽ നേരത്തെ ടീച്ചർ മത്സരിച്ച സീറ്റാണ്. ഏതായാലും കെ ശൈലജ ടീച്ചറെ ഈ രംഗത്തിറക്കുന്നതിലൂടെ പേരാവൂർ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കുക, മണ്ഡലം പിടിച്ചെടുക്കുക എന്നുള്ളതാണ് CPIM ഏതായാലും ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാട്. ആ പ്രതീക്ഷയിലാണ് ടീച്ചറെ അവിടേക്ക് മത്സരത്തിന് ഇറക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ അറിയുന്നത് പോലെ കൂത്തുപറമ്പിലും പേരാവൂരിലും മട്ടന്നൂരിലും മത്സരിച്ച ടീച്ചർ പേരാവൂരിൽ ഒരു തവണ പരാജയപ്പെട്ടതാണ്. ഏതായാലും പേരാവൂർ തിരിച്ചു പിടിക്കാൻ കെ ശൈലജയെ രംഗത്തിറക്കുന്നതിലൂടെ സാധിക്കും എന്ന് തന്നെയാണ് CPIM പ്രതീക്ഷിക്കുന്നത്. ഈ സണ്ണി ജോസഫിനെതിരെ അവിടെ കെ ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി എത്തുന്നതോടുകൂടി ഇപ്പോൾ UDFന് അവിടെ ഉണ്ട് എന്ന് പറയുന്ന ആ ആധിപത്യം തകർക്കാനാവും എന്നത് തന്നെയാണ് CPIMന്റെ വിശ്വാസം. തുടക്കത്തിൽ മട്ടന്നൂരിൽ തന്നെ ടീച്ചർ മത്സരിക്കുമെന്നതായിരുന്നു വിവരം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ 2 ടേം വ്യവസ്ഥ എന്ന് പറയുന്ന ഒരു മാനദണ്ഡം അത് പാലിക്കാൻ CPIM തീരുമാനിച്ചതോടുകൂടി കെ ശൈലജ ടീച്ചർ മട്ടന്നൂരിൽ ഇല്ല എന്ന് ഏകദേശം ഉറപ്പാക്കുന്നു. പിന്നീട് പേരാവൂരിൽ മത്സരിക്കുക എന്നുള്ളതാണ്. പേരാവൂരിൽ മത്സരിക്കുന്നതിൽ ടീച്ചർ തുടക്കത്തിൽ ഈ പാർട്ടിയോട് അത്തരത്തിൽ ഒരു വിയോജിപ്പ് അറിയിച്ചിരുന്നു, അല്ലെങ്കിൽ പേരാവൂരിലേക്ക് ഇല്ല എന്ന് പറഞ്ഞിരുന്നു എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും പാർട്ടിയുടെ നിർദ്ദേശം കെ ശൈലജ ടീച്ചർ അംഗീകരിക്കുകയാണ്. പേരാവൂരിൽ മത്സരിക്കാൻ ശൈലജ ടീച്ചർ എത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ തീരുമാനം CPIM കൈക്കൊള്ളുന്നതിന് മുൻപ് ഈ വാർത്തകളൊക്കെ വന്നു തുടങ്ങുമ്പോൾ പ്രതിപക്ഷം പോലും ഈ രീതിയിലുള്ള ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ടീച്ചറെ ഒതുക്കാനുള്ള നീക്കം എന്നൊക്കെ ഉള്ള രീതിയിലേക്കുള്ള ഒരു പ്രചാരണം പറയുന്നുണ്ട്. പക്ഷേ ആ സീറ്റ് നമുക്കറിയാം, കഴിഞ്ഞ തവണ 3000-ലേറെ വോട്ടിന് മാത്രം CPIMന് നഷ്ടമായ ഒരു സീറ്റാണ്. അത് കെ ശൈലജയെ പോലെ ഒരാൾ വരുമ്പോൾ അത് സംസ്ഥാന ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മട്ടന്നൂരിൽ ജയിച്ച കെ ശൈലജ സമീപത്ത് തന്നെയുള്ള മറ്റൊരു മണ്ഡലത്തിലേക്ക് വരുമ്പോൾ അത് പിടിച്ചെടുക്കാമെന്ന പ്രതീക്ഷ തന്നെയാണ് CPIMനുള്ളത്. തീർച്ചയായും രുചീഷ്, ആ നിലയ്ക്ക് അങ്ങനെ ടീച്ചറെ ഒതുക്കാൻ എന്ന രീതിയിലൊക്കെ വരുന്ന പ്രചാരണങ്ങളെ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കെ ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിക്കുമ്പോൾ സാഹചര്യം ഈ പറഞ്ഞതുപോലെ UDFന് പൂർണ്ണമായും അനുകൂലമാകുന്നതാകില്ല എന്നത് ഉറപ്പാണ്. അത് മാത്രമല്ല, ഈ കഴിഞ്ഞ തവണ 3172 വോട്ടിൻ്റെ ഭൂരിപക്ഷമായിരുന്നു LDFന്റെ സ്ഥാനാർത്ഥിയായിരുന്ന സക്കീർ ഹുസൈൻ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ ഒരു ഇടത് തരംഗം അവിടെ നിലനിൽക്കുന്ന സാഹചര്യം പറയാമെങ്കിൽ പോലും ഈ സണ്ണി ജോസഫിനെ ആ ചെറിയ ഭൂരിപക്ഷത്തിലേക്ക് പിടിച്ചു കെട്ടാൻ LDFന് അവിടെ സാധിച്ചിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ പറഞ്ഞ കോൺഗ്രസ് അനുകൂല ഒരു മനോഭാവമുള്ള ഒരു മണ്ഡലം എന്ന രീതിയിൽ പേരാവൂരിൽ ആ 3172 എന്ന് പറയുന്ന ഭൂരിപക്ഷം LDFനെ സംബന്ധിച്ചിടത്തോളം മികച്ച ഭൂരിപക്ഷം തന്നെയായിരുന്നു. ഇത്തവണ സാഹചര്യം അതല്ലെങ്കിൽ പോലും കെ ശൈലജ ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ ഈ സണ്ണി ജോസഫിനെ പരാജയപ്പെടുത്താനുള്ള സാധ്യത തള്ളിക്കളയാനൊന്നും പറ്റില്ല. അതുകൊണ്ട് ഈ പറയുന്ന ആരോപണങ്ങളൊന്നും ആ നിലയ്ക്ക് ശൈലജ ടീച്ചർ സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ നമുക്ക് കാണാനാവില്ല എന്നുള്ളത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നമ്മൾ കാണേണ്ടത്. അതുകൊണ്ട് ഈ പറയുന്ന ഈ ഒതുക്കൽ ആരോപണമൊന്നും അത്രത്തോളം അവിടെ നമുക്ക് വില കൊടുക്കാനാവില്ല അത്തരം ആരോപണങ്ങൾക്ക് എന്നുള്ളത് തന്നെയാണ്. അതോടൊപ്പം ഈ മട്ടന്നൂരിൽ നിന്ന് കെ ശൈലജ ടീച്ചർ പേരാവൂരിലേക്ക് മാറുമ്പോൾ അവിടെ ഒരുപക്ഷെ DYFI സംസ്ഥാന സെക്രട്ടറിക്ക് വഴിയൊരുക്കുകയാണോ? തീർച്ചയായും നിലവിലെ സാഹചര്യം അങ്ങനെ തന്നെയാണ്. മട്ടന്നൂരിൽ DYFIയുടെ സംസ്ഥാന സെക്രട്ടറി VK സനോജ് സ്ഥാനാർത്ഥിയാവാനുള്ള സാധ്യതകൾ തെളിയുന്നു. നേരത്തെ തന്നെ കെ ശൈലജ, VK സനോജ് എന്നിവരുടെ പേരുകളാണ് അവിടെ പരിഗണനയിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ടീച്ചർ അവിടെ നിന്ന് മാറുന്നതോടുകൂടി സനോജ് മട്ടന്നൂരിൽ LDFന്റെ സ്ഥാനാർത്ഥിയായി എത്തുന്ന സാഹചര്യം ഉണ്ടാവും. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സീറ്റ് എന്ന നിലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധ നേടിയ ഒരു സീറ്റ് തളിപ്പറമ്പ് മണ്ഡലമാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ ഇത്തവണ മത്സരിക്കുന്നില്ല എന്ന് ഉറപ്പായതോടുകൂടി തളിപ്പറമ്പിൽ ആര് എന്നൊരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യത്തിനും ഉത്തരമാവുകയാണ്. PK ശ്യാമള, മഹിളാ അസോസിയേഷന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആന്തൂർ നഗരസഭയുടെ മുൻ ചെയർപേഴ്സണുമായ PK ശ്യാമള തളിപ്പറമ്പിൽ LDFന്റെ സ്ഥാനാർത്ഥിയാകും എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ കൂടിയാണ്. ആ നിലയ്ക്ക് ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയാകുന്നു. PK ശ്യാമള ടീച്ചർ അവിടെ സ്ഥാനാർത്ഥിയാവും എന്നതാണ് നമ്മൾ അറിയുന്നത്. മറ്റൊന്ന് പയ്യന്നൂരാണ്. പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെ സ്ഥാനാർത്ഥിയായി തുടരും എന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് വിവരം. നേരത്തെ ഈ പറഞ്ഞ V കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും
വിവരങ്ങളൊക്കെ പുറത്തു വന്നതോടുകൂടി പയ്യന്നൂരിൽ ടി ഐ മധുസൂദനെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് മാറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഏതായാലും CPM അത്തരം ഒരു തീരുമാനത്തിലേക്ക് പോകുന്നില്ല. ഉറച്ച കോട്ടയായ പയ്യന്നൂരിൽ ടി ഐ മധുസൂദനെ തന്നെ രംഗത്തിറക്കി മത്സരിക്കാനുള്ള തീരുമാനം പോകുന്നു. ഒപ്പം നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് തലശ്ശേരിയിൽ സ്പീക്കർ AN ഷംസീറാണ് നിലവിൽ MLA. ഷംസീറും ഈ പറഞ്ഞതുപോലെ 2 ടേം വ്യവസ്ഥയുടെ ഭാഗമായി മാറ്റി നിർത്തപ്പെടുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ അവിടെ കാരായി രാജൻ സ്ഥാനാർത്ഥിയായി എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആ നിലയ്ക്ക് CPIMന്റെ കണ്ണൂർ ജില്ലയിലെ 11-ൽ 8 ഇടത്താണ് CPIM മത്സരിക്കുന്നത്. ആ 8 ഇടത്തെയും സ്ഥാനാർത്ഥികളിലേക്ക് ഏകദേശം എത്തിയിരിക്കുന്നു. അഴീക്കോട് KV സുമേഷ് തന്നെ തുടരും. KV സുമേഷിനെ സംബന്ധിച്ചിടത്തോളം വലിയ ജനകീയത ഈ MLA എന്ന നിലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റേണ്ടതില്ല. മാത്രമല്ല ഒരു ടേം മാത്രമാണ് അദ്ദേഹം നിലവിൽ MLA ആയി ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് വീണ്ടും KV സുമേഷ് തന്നെ അഴീക്കോട് മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കല്യാശ്ശേരിയിൽ M വിജിൻ തുടരുമെന്നുള്ളതാണ്. അങ്ങനെ CPIM ഏകദേശം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയുടെ ഒരു അന്തിമ രൂപത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇന്നത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ. രുചീഷ്, നിഖിൽ, നമ്മൾ ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് ഈ തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നമുക്കറിയാം കണ്ണൂരിലെ മണ്ഡലങ്ങളിൽ ചില മണ്ഡലങ്ങൾ അത് കണ്ണൂരിൽ CPIMന്റെ കോട്ട പോലെ നിൽക്കുകയാണ്. മറ്റ് മണ്ഡലങ്ങളിലേക്ക് പരിശോധിച്ചാൽ അത് പേരാവൂരും അല്ലെങ്കിൽ ഇരിക്കൂരും അല്ലെങ്കിൽ അഴീക്കോടും ഒക്കെ പരിശോധിച്ചാൽ അത് അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാം എന്ന നിലയിലുള്ള മണ്ഡലങ്ങൾ. ചില കോട്ടകളിൽ ഏത് തരത്തിലുള്ള സാഹചര്യം വന്നാലും കൈവിടാൻ പറ്റാത്ത തരത്തിലേക്കുള്ള ശക്തി ഉണ്ട് എന്ന് തന്നെ CPM ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളാണ്. അവിടെ എന്തായാലും ടേം വ്യവസ്ഥകൾ ഉണ്ട്. പുതിയ ആളുകൾ, വലിയ സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഒന്നല്ല വന്നതും ഇപ്പോൾ ചർച്ചയിൽ ഉള്ളതും. തീർച്ചയായും രുചീഷ, അങ്ങനെ തന്നെ കാണേണ്ടിയിരിക്കും. കാരണം ഈ പറയുന്ന പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ധർമ്മടം, മട്ടന്നൂർ തുടങ്ങിയ മണ്ഡലങ്ങൾ, ഈ മണ്ഡലങ്ങളെല്ലാം തന്നെ LDFന്റെ ഉറച്ച കോട്ടകളാണ്. അത് CPIMന്റെ വലിയ ശക്തി കേന്ദ്രങ്ങളാണ്. അതുകൊണ്ട് അവിടെ ഒന്നും തന്നെ LDFന് ഒരുവിധ ആശങ്കയും ഇല്ലാത്തതാണ്. അതേസമയം ഇരിക്കൂറും പേരാവൂരും UDF വലിയ പ്രതീക്ഷ വച്ച് പുലർത്തുന്ന, അവർക്കൊപ്പം എല്ലാ കാലത്തും നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ്. പക്ഷേ ആ പേരാവൂരിലേക്കാണ് KK ശൈലജ ടീച്ചറെ രംഗത്തിറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരം കാഴ്ചവെക്കാൻ LDF തീരുമാനിക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും UDFനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഈസി വാക്ക് ഓവർ പ്രതീക്ഷ അവർക്ക് അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ശൈലജ ടീച്ചറുടെ പേര് പരിഗണിക്കപ്പെട്ടതോടുകൂടി തന്നെ UDF ക്യാമ്പിൽ ആ നിലയ്ക്ക് ഒരു ആശങ്ക രൂപപ്പെട്ടതുമാണ്. കാരണം ഒരു പെട്ടെന്ന് ജയിച്ചു പോകാവുന്ന, ഈ മണ്ഡലത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ജയിച്ചു പോകാവുന്ന ഒരു സാഹചര്യം എന്തായാലും ഇത്തവണ പേരാവൂരിൽ ഉണ്ടാകില്ല എന്നത് ഏകദേശം ഉറപ്പാവുകയാണ്. മട്ടന്നൂരിൽ നിന്ന് മാറി പേരാവൂരിലേക്ക് എത്തുമ്പോൾ KK ശൈലജ ടീച്ചറുടെ നിലവിലുള്ള ഒരു ജനപ്രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ LDFന് അനുകൂലമാകുമെന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരു ടൈറ്റ് ഫൈറ്റ് നടക്കാൻ പോകുന്ന മണ്ഡലമായി പേരാവൂർ മാറും. മറ്റൊന്ന്, ഈ പറഞ്ഞ പോലെ ശക്തമായൊരു മത്സരത്തിന് ഇത്തവണ സാധ്യത കാണുന്നത് കണ്ണൂരാണ്. കണ്ണൂർ നഗരഹൃദയം സ്ഥിതി ചെയ്യുന്ന ഭാഗം കണ്ണൂർ മണ്ഡലമാണ്. അവിടെ കടന്നപ്പള്ളി രാമചന്ദ്രൻ LDFന്റെ സ്ഥാനാർത്ഥിയാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. UDF അവിടെ എന്തായാലും KK ശൈലജ മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് ഉറപ്പായിരിക്കുന്നു. പേരാവൂരിലേക്ക് മാറ്റുകയാണ്. 2 ടേം വ്യവസ്ഥ മട്ടന്നൂരിൽ പാലിക്കുന്നു. അതോടൊപ്പം തന്നെ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജ് മട്ടന്നൂരിലേക്ക് വരും എന്ന വാർത്തയും വരികയാണ്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് ചർച്ചകളും പുരോഗമിക്കുന്നത്.